ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മലയാളം മീഡിയം നോക്കാം. മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് SCERTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? എന്തൊക്കെ ഉണ്ടായി? മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു. മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിച്ചു. ഒരിടത്ത് താമസം ആക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമാവുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകും? എങ്ങനെയൊക്കെയായിരുന്നു? നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ജലലഭ്യത, വളക്കൂറുള്ള മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചു. ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഗതാഗത സൗകര്യം, ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും സഹായകമായ കാരണങ്ങൾ എന്ന് പറയുന്നത്. 3. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മാത്രമല്ല നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടെയാണ്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിൻ തുടങ്ങിയ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. ഹൃദ്രോഗം, പൊണ്ണത്തടി എന്നിവയെ ചെറുക്കാനും പോഷക സമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു. ഇനി 4ാമത്തെ ചോദ്യം, എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ? എന്താണ് ബാർട്ടർ സമ്പ്രദായം? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. 5. ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പവും പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിൽ 2 അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? വിക്കിക്കും അപ്പുവിനും ഒരേ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇന്റർനെറ്റും വൈഫൈയും മൊബൈൽ ഗെയിമുകളും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വിക്കിക്ക് ലഭിച്ചിരുന്നതിനാൽ വിക്കി നഗരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അപ്പുവിന് നഗരത്തേക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഗ്രാമത്തിന്റെ മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി. 5. വരുമാന സ്രോതസ്സുകൾ എന്നാൽ എന്ത്? എന്താണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ? വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവ വരുമാന സ്രോതസ്സുകളാണ്. 7. കാർഷികേതര തൊഴിലുകൾ എന്നാൽ എന്ത്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷിക തൊഴിലുകളാണ്. ഉദാഹരണം, വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ഫാക്ടറി തൊഴിലുകൾ ഇവയൊക്കെ കാർഷികേതര തൊഴിലുകളാണ്. ഗതാഗതവും. 8. സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തന്നെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതൽ ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. ഇനി 9. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തുക. തൊഴിലിന് ലഭിക്കുന്നത് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. ബിസിനസ്സിന് ലാഭം ആണ് ലഭിക്കുന്നത്. ബാങ്ക് നിക്ഷേപത്തിന് പലിശയാണ് ലഭിക്കുന്നത്. ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടമാണ് ലഭിക്കുന്നത്. ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമാണ് ലഭിക്കുന്നത്. 10ാമത്തെ ചോദ്യം, പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും തീ ഉപയോഗിച്ചിരിക്കുന്നത്? എന്തിനൊക്കെയാണ്? ഭക്ഷണം പാകം ചെയ്യുന്നതിന്, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാന്, തണുപ്പ് അകറ്റാന്, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ, ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും അവർ തീ ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. മീഡിയമാണ് 1ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ഗാന്ധിജി യൂസ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു അജിറ്റേഷൻ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ചർക്കയും ഖാദി ക്ലോത്തിങ്ങും ഒക്കെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്നത്? ഗാന്ധി മേക്ക് ഖാദി ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആസ് പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. അഥവാ ചർക്ക ഉപയോഗിച്ചുകൊണ്ട്
ഖാദി ഡ്രസ്സുകൾ മാത്രമേ അവർ ധരിക്കാവൂ, അതുപോലെ ഫോറിൻ ഗുഡ്സും കാര്യങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ഈ എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചാർക്ക ആൻഡ് എക്സ്ഹോർട്ടഡ് പീപ്പിൾ ടു വിയർ ഖാദി ക്ലോത്ത്സ്. അപ്പോൾ ഈ സ്പിന്നിങ് ചർക്ക ഉപയോഗിച്ചുകൊണ്ട് ഖാദി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിനെ എൻകറേജ് ചെയ്യുകയും മറ്റുള്ളതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് ധരിക്കരുത് എന്നുള്ളതുമാണ് ഗാന്ധിജി ഉണ്ടാക്കിയിരുന്നത്. ഗാന്ധിജിയും ഈ ഖാദി വസ്ത്രങ്ങൾ മാത്രമാണ് ധരിച്ചിരുന്നത്. ഗാന്ധിജി ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻടു എ മാസ് മൂവ്മെന്റ് ബൈ മേക്കിംഗ് ക്ലോത്ത്സ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഫ്രീഡം സ്ട്രഗിളിൽ ആദ്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് എടുത്തത് തന്നെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു. വസ്ത്രങ്ങൾ തുന്നുകയും ധരിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. Charka became a symbol of the Swadeshi movement and wearing Ghadi clothes and Ghadi caps became a symbol of patriotism. അപ്പോൾ ചർക്ക എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒരു സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഖാദി ക്യാപ്സ് ഒക്കെ ഇടുക എന്ന് പറയുന്നത്, അതിൻ്റെ തൊപ്പികളൊക്കെ ധരിക്കുക എന്ന് പറയുന്നത് അത് പാട്രിയോട്ടിസിൻ്റെ ഒരു സിമ്പിളുമായിട്ട് മാറുകയാണ് ചെയ്തത്. Second question, what were the changes brought about in human life following the domestication of animals and plants? അഥവാ ഈ മൃഗങ്ങളൊക്കെ ഇണക്കി വളർത്താനും കൃഷിയൊക്കെ ആരംഭിച്ചതോടു കൂടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അലൗഡ് പീപ്പിൾ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും ചെയ്യുന്നതും ഈ കൃഷി ആരംഭിക്കുകയൊക്കെ ചെയ്തതോടു കൂടിയിട്ട് ഭക്ഷണ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ കൂടുതലായി. ദേ കുഡ് സ്റ്റേ ഇൻ വൺ പ്ലേസ് ആൻഡ് ബിൽഡ് പെർമനൻറ്റ് ഫോംസ്. അപ്പോൾ അവർ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയും അവിടെ വീടുകളൊക്കെ വെക്കാനും തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ഹെൽപ്ഡ് എ ഫാമിംഗ് വർക്ക് ഈസിയർ. അപ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഫാമിംഗ്, കൃഷിയൊക്കെ വളരെ എളുപ്പമാവുകയാണ് ചെയ്തത്. സെറ്റിംഗ് ഇൻ വൺ പ്ലേസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ് ആൻഡ് ടൗൺസ്. അപ്പോൾ ഒരു ഭാഗത്ത് സ്ഥിരതാമസം തുടങ്ങിയതോട് കൂടിയിട്ട് അവിടെ ഒരു വില്ലേജും ടൗണൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻസ്. പണ്ടത്തെ ആളുകൾ എങ്ങനെയായിരുന്നു ഈ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. Humans used the materials they got from their surroundings as clothing when they lived by hunting. അപ്പോൾ അവർ വേട്ടയാടുന്ന സമയത്ത് അവർക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു അവർ ആദ്യം വസ്ത്രം ഉണ്ടാക്കിയിരുന്നത്. They used grass, bark of trees and hide for making clothes. അപ്പോൾ അവർ ഈ പുല്ലുകൾ, അതുപോലെ തന്നെ മരത്തിൻ്റെ കൊമ്പുകൾ, മൃഗങ്ങളുടെ തോലുകൾ, ഇതൊക്കെയായിരുന്നു ആദ്യം വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. Horn and bone of animals were used as needles and tools to make clothes. അപ്പോൾ അവന് ഈ വസ്ത്രങ്ങളൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് ഈ കൊമ്പുകളും അതുപോലെ തന്നെ എല്ലുകൾ ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. They also made clothes by cleaning and softening animal skin and fur. മാത്രമല്ല അനിമൽസിൻ്റെ സ്കിന്നും ഫറൊക്കെ ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയും ക്ലീൻ ആവുകയൊക്കെ ചെയ്തതോട് കൂടിയിട്ട് അത് വെച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് നിർമ്മിച്ചു. Fourth question, how might river banks have helped early humans to settle? Discuss. എങ്ങനെയായിരുന്നു ഈ ഒരു പുഴയുടെ തീരങ്ങളിലൊക്കെ മനുഷ്യന് താമസം തുടങ്ങിയതും അത് എങ്ങനെയായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫേവറബിൾ കണ്ടീഷൻ ഫോർ അഗ്രികൾച്ചർ. കാരണം ഈ പുഴയുടെ തീരത്ത് കൃഷി ചെയ്യാനുള്ള നല്ല ഒരു കണ്ടീഷൻ ആയിരുന്നു നിലനിന്നിരുന്നത്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ലഭ്യത, അവിടുത്തെ ഫെർട്ടിലിറ്റി സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, അനിമൽസ് വേർ ടാംഡ് ആൻഡ് റിയർഡ്, പ്ലെൻറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ ലഭ്യത, ട്രാൻസ്പോർട്ടേഷന്, പ്രൊട്ടക്ഷൻ ഫ്രോം എനിമീസ്, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു റിവർ ബാങ്ക്സിൽ സെറ്റിൽ ആവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മേക്കിംഗ്. ക്ലോത്ത് മേക്കിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ഏർലി ഡേയ്സ് ക്ലോത്ത്സ് വെർ മെയ്ഡ് ബൈ ഹാൻഡ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. കോട്ടണിൽ നിന്നും ജൂട്ടിൽ നിന്നും കിട്ടുന്ന ഈ ഒരു നൂലുകൾ വെച്ചുകൊണ്ടായിരുന്നു അവർ ആദ്യമായിട്ട് വസ്ത്രങ്ങളൊക്കെ തുന്നിയിരുന്നത്. The method of making cloth using wooden looms was developed later. അതിനുശേഷമാണ് ഈ വുഡൻ ലൂംസ് ഒക്കെ വെച്ചുകൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. The increase in the need of cloth led to the invention of a wearing equipments. അപ്പോൾ വസ്ത്രങ്ങളുടെ ആവശ്യം കൂടിയതോട് കൂടിയിട്ട് വിയറിംഗ് എക്യുപ്മെൻസിൻ്റെ ഇൻവെൻഷനും അവർ ആവശ്യമായിട്ടുള്ള കാര്യമായിട്ട് തീർന്നു. The invention of handloom was a ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. അപ്പോൾ ഈ ഒരു ഹാൻഡ്ലൂമിൻ്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ക്ലോത്ത് മാനുഫാക്ചറിൻ്റെ തന്നെ ഒരു എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു.
ക്ലോത്ത്സ് വെർ കളേർഡ് ഇൻ എ ഡൈ മെയ്ഡ് ഫ്രം ദ ഇൻഡിക്കോ പ്ലാന്റ്സ്. അപ്പോൾ ഇൻഡിക്കോ പ്ലാന്റ്സിൽ ഡൈ വെച്ചുകൊണ്ടായിരുന്നു അവർ ആദ്യമായിട്ട് വസ്ത്രങ്ങൾക്കൊക്കെ നിറം കൊടുത്തിരുന്നത്. ദ പ്രോഗ്രസ് ഇൻ സയൻസ് ഹാസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് സച്ച് ആസ് സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നിയെ പോലെയുള്ള ന്യൂ മെഷീൻസ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രസ്സും സയൻസിൽ നിന്നാണ് ഉണ്ടായത്. ദ റൈസ് ഓഫ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ദ ഡിമാൻഡ് ഫോർ ക്ലോത്തിങ്. അപ്പോൾ ആളുകളുടെ പോപ്പുലേഷൻ കൂടിയതോട് കൂടിയിട്ട് ക്ലോത്തിങ്ങിൻ്റെ ഡിമാൻഡും വർദ്ധിക്കുകയാണ് ചെയ്തത്. ആളുകൾ കൂടുമ്പോൾ അവർക്ക് വസ്ത്രവും കൂടുതലായിട്ട് വേണം. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ ദ പവർലൂം. ഈ ഹാൻഡ്ലൂം പിന്നീട് പവർലൂമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ലെഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഇൻസ്റ്റന്റ് ലാൻഡ്സ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ആളുകൾക്കിടയിലൊക്കെ ഇത്രയും എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് എ കൺഫൈൻഡ് ടു എനി പർട്ടിക്കുലർ റീജിയൻ. ഈ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്. അത് ലാൻഡുകൾക്ക് അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന, സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. ഇൻ അഡീഷൻ ടു ട്രേഡ്, പീപ്പിൾ ട്രാവൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഫോർ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഇൻ leisure etc, making this exchange more widespread. അപ്പോൾ ട്രേഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ട്രാവലിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇത് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറുന്നത്. ഇറ്റ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ദാറ്റ് ലെഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഇൻസ്റ്റന്റ് ലാൻഡ്. മാത്രമല്ല ഈ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ ട്രേഡിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 7th question, what are the changes brought by the use of machinery in the manufacture of clothes? ഈ മിഷനറിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയിട്ട് മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്, ക്ലോത്ത്സിൻ്റെ പ്രൊഡക്ഷൻ കൂടി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ തൊഴിൽ കുറഞ്ഞു. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്ങിൽ ഒരുപാട് വെറൈറ്റീസ് വന്നു. ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ക്ലോത്ത്സ് ഒക്കെ വന്നു. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. റെഡ്യൂസ്ഡ് ലേബർ കോസ്റ്റ് ഒക്കെ കുറഞ്ഞു. ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ സ്പീഡ് വളരെ കൂടുകയും ചെയ്തു. Then 8th question, write a note about the National Food Security Act 2013. 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ചിട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. The National Food Security Act came into force in India 2013. 2013 ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. The objective of this act to ensure food security for all. അപ്പോൾ എല്ലാവർക്കും ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവുക, ഉറപ്പ് വരുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ അവർ കൺട്രി വിത്ത് ദിസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതോട് കൂടിയിട്ടാണ് ഒരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തന്നെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. 9th question, വാട്ട് ആർ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്? എന്താണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും എന്ന് എഴുതി കൊടുക്കുക. Agricultural employment is the work done using the natural resources such as cultivation of plants for food and fiber production, animal husbandry and pisciculture etc. Agriculture plays an important role in Indian economy. ഇന്ത്യൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അനിമൽ ഡിസ്പെൻഡറി, ഫൈബർ പ്രൊഡക്ഷന്, പെസികൾച്ചർ ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓൾ കൈൻഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എല്ലാ എംപ്ലോയ്മെൻറ്റും എന്തല്ല, അഗ്രികൾച്ചർ എംപ്ലോയ്മെൻ്റ് അല്ല, മറ്റുള്ള എംപ്ലോയ്മെൻറ്റും ഉണ്ട്. അതിനെയാണ് നമ്മൾ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഒരുപാട് സർവീസുകളും എംപ്ലോയ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇതൊക്കെ എന്താണ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.